നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഭാവഗായകൻ പി ജയചന്ദ്രൻ. പി ജയചന്ദ്രൻ 1944 മാർച്ച് 3 എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ജനനം. മലയാളത്തിൻ്റെ ഭാവഗായകൻ എന്ന് അറിയപ്പെടുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 16,000-ലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 1958 സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മൃദംഗത്തിൽ 1-ാം സ്ഥാനവും ലളിതഗാനത്തിൽ 2-ാം സ്ഥാനവും ലഭിച്ചു. 1966 കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ, ചിദംബരനാഥ് ടീമിൻ്റെ ഗാനമായ ഒരു മുല്ലപ്പൂ മാലയുമായി എന്നതാണ് ആദ്യമായി ആലപിച്ച ചലച്ചിത്രഗാനം. ഇതിലൂടെ മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് പ്രവേശിച്ചു. ആദ്യം പുറത്തു വന്ന അദ്ദേഹത്തിൻ്റെ ഗാനം 1966 പുറത്തിറങ്ങിയ കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നതാണ്. ഇതിലൂടെ പി ജയചന്ദ്രൻ ശ്രദ്ധേയനായി. സിനിമാ ഗാനങ്ങൾക്ക് പുറമെ നിരവധി ഭക്തിഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട്. 1973 പുറത്തിറങ്ങിയ മണിപ്പയൽ എന്ന സിനിമയിലെ തങ്ക ചിമിഴൈപ്പോൽ ആയിരുന്നു ആദ്യ തമിഴ് ഗാനം. 1982 പുറത്തിറങ്ങിയ എവരു വീരു ആണ് ഗാനമാലപിച്ച ആദ്യ തെലുങ്ക് ചിത്രം. 2008 AR റഹ്മാൻ സംഗീതം നൽകിയ ADA എ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിലാണ് ആദ്യ ഹിന്ദി ഗാനം ആലപിക്കുന്നത്. 2014 പുറത്തിറങ്ങിയ 1983 എന്ന ചിത്രത്തിലെ ഓലഞ്ഞാലിക്കുരുവി ആണ് അവസാനമായി ആലപിച്ച സിനിമാ ഗാനം. 1972 പി ജയചന്ദ്രന് ദേശീയ തലത്തിൽ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. 1986 ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവശരണ്യ വിഭോ എന്ന ഗാനത്തിന് മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. 5 തവണ മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. 1972 പണി തീരാത്ത വീട് എന്ന ചിത്രത്തിലെ നീലഗിരിയുടെ സഖികളെ, 1978 ബന്ധനം എന്ന ചിത്രത്തിലെ രാഗം ശ്രീരാഗം, 1999 നിറം എന്ന ചിത്രത്തിലെ പ്രായം നമ്മിൽ മോഹം നൽകി, 2004 തിളക്കം എന്ന ചിത്രത്തിലെ നീ ഒരു പുഴയായി. 2015 3 ചിത്രങ്ങളിൽ ആലപിച്ച ഗാനങ്ങൾ വിലയിരുത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ജിലേബി എന്ന ചിത്രത്തിലെ ഞാനൊരു മലയാളി, എന്നും എപ്പോഴും എന്ന ചിത്രത്തിലെ മലർവാകക്കൊമ്പത്തെ, എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ശാരദാംബരം. 1994 കിഴക്കു സീമയിലെ എന്ന ചിത്രത്തിലെ കാട്ടാഴം കാട്ടുവഴി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരം സ്വന്തമാക്കി. 1997 തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി അവാർഡും നേടി. 2020 മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് കേരള സർക്കാർ അദ്ദേഹത്തിന് JC ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു. 2014 ഹരിവരാസന പുരസ്കാരം ലഭിച്ചു. ചില ഗാനങ്ങൾ. മലയാള ഭാഷതൻ മാതക ഭംഗി ചിത്രം പ്രേതങ്ങളുടെ താഴ്വര, ഏകാന്ത പഥികൻ ഞാൻ ചിത്രം ഉമ്മാച്ചു, സന്ധ്യക്കെന്തിന് സിന്ദൂരം ചിത്രം മായ, ശിശിരകാല മേഘമിഥുന ചിത്രം ദേവരാഗം, പൂവേ പൂവേ പാലപ്പൂവേ ചിത്രം ദേവദൂതൻ, പ്രേമിക്കുമ്പോൾ നീയും ഞാനും ചിത്രം സാൾട്ട് ആൻഡ് പെപ്പർ, ഓസാത്തി ഉന്നെ കാണാതെ നെഞ്ച് ചിത്രം വൈദേഹി കാത്തിരുന്നാൾ, കാതൽ വെണ്ണില ചിത്രം വാനത്തെ പോലെ, ഒരു ദൈവം തന്ന പൂവേ ചിത്രം കന്നത്തിൽ മുത്തമിട്ടാൾ. പി ജയചന്ദ്രൻ്റെ ആത്മകഥ ഏകാന്ത പഥികൻ ഞാൻ 2025 ജനുവരി 9 അന്തരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.